യാതൊരു യോഗ്യതയും വേണ്ട, പ്രതിമാസം 4 ലക്ഷം രൂപയോളം ശമ്പളം ലഭിക്കും. ഏതാണ് ആ ജോലി എന്നല്ലേ? കേരള PSCയിൽ ഒരു മെമ്പർ ആകുക. 4.5 ലക്ഷം രൂപയാണ് PSC ചെയർമാന്റെ പ്രതിമാസ ശമ്പളം. PSC മെമ്പർമാർക്ക് ഒരു മാസം 3,73,000 രൂപ ശമ്പളം. തീർന്നില്ല, വെറും 6 വർഷം PSC മെമ്പറായിരുന്നാൽ പിന്നീട് ആജീവനാന്തം 2.5 ലക്ഷം രൂപയോളം പ്രതിമാസം പെൻഷൻ. സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന UPSC ചെയർമാനും പോലും പ്രതിമാസം ഇത്രയും ശമ്പളമില്ല. സൗകര്യങ്ങളാകട്ടെ, PSC ചെയർമാന് ഇഷ്ടമുള്ള വീട് വാടകയ്ക്കെടുക്കാം, വാടക സർക്കാർ നൽകും. ഇഷ്ടമുള്ള കാർ എടുക്കാം, ഡ്രൈവറുടെ ശമ്പളം ഉൾപ്പെടെ സർക്കാർ നൽകും. PSC മെമ്പർമാർക്കാകട്ടെ കാർ വാങ്ങാൻ പലിശരഹിത വായ്പ. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ PSC ചെയർമാനും PSC മെമ്പർമാർക്കും ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനം, അത് കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളമാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ യോഗ്യതയിലേക്ക് വരാം. എന്താണ് ഒരു PSC മെമ്പർ ആകാനുള്ള യോഗ്യത? PSCയിലുള്ള 21 അംഗങ്ങളിൽ പകുതി പേർക്കും യാതൊരുവിധ യോഗ്യതയും ആവശ്യമില്ല. രാഷ്ട്രീയമാണ് മാനദണ്ഡമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും മാനദണ്ഡമാകുക ആ കൊടി പിടിച്ചുള്ള പരിചയം തന്നെയാണ്. വെറും 30 വയസ്സുള്ള CPMകാർ പോലും കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ PSC മെമ്പറായി. അതായത് 30 വയസ്സിൽ 3,73,000 രൂപ ശമ്പളം. വെറും 36 വയസ്സ് മുതൽ മരണം വരെ പ്രതിമാസം 2.25 ലക്ഷം രൂപ പെൻഷൻ, അതും പൊതു ഖജനാവിൽ നിന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളത് വെറും 3.5 കോടി മാത്രം ജനസംഖ്യ വരുന്ന കേരളത്തിലാണ് 21 പേർ. സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന UPSCയിൽ വെറും 9 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷം 54 ലക്ഷം രൂപ വരുമാനം, 6 വർഷം കൊണ്ട് 3 കോടിയിലധികം രൂപ വരുമാനം. ഒരു ബിസിനസ്സുകാരന് പോലും കേരളത്തിൽ ഇന്ന് ഈ തുക അസാധ്യമാണ്. എന്നിട്ട് ഇവർക്ക് PSC പരീക്ഷകൾ കൃത്യമായി നടത്താൻ സാധിക്കുന്നുണ്ടോ? PSC പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് എന്തിന് 1ാം റാങ്ക് വന്നാൽ പോലും ജോലി കിട്ടണമെങ്കിൽ സമരം ചെയ്യണം, റോഡിലിരുന്ന് മണ്ണ് തിന്നണം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികളെ മറികടന്ന പാർട്ടി കൊടിപിടിച്ച് നടക്കുന്ന അടിമയ്ക്ക് വേണ്ടി PSC പരീക്ഷ തന്നെ അട്ടിമറിക്കണം. 90ലധികം PSC പരീക്ഷകളിലാണ് ക്രമക്കേട് നടന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത്. മലയാളികളെ ശരിക്കും മണ്ടന്മാരാക്കുകയല്ലേ? കേരളത്തിലെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടാൻ വേണ്ടി റോഡിലിരുന്ന് മണ്ണ് തിന്നണമെങ്കിൽ എന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് ഇങ്ങനൊരു സിസ്റ്റം? എന്തിനാണ് ഇവർക്ക് ലക്ഷങ്ങൾ ശമ്പളം? എന്തിനാണ് ഇവർക്ക് ലക്ഷങ്ങൾ മരണം വരെ പെൻഷനായി നൽകുന്നത്?